ഇന്ന് വളരെ രുചികരമായ ഒരു സ്നാക്ക് കണ്ടു നോക്കാം. അതിനായിട്ട് ഇതാ ഒരു കടായി ചൂടായതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത്, 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവോള കട്ട് ചെയ്തതും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചിക്കൻ മസാല, കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 പുഴുങ്ങിയെടുത്ത മുട്ട ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഇനി ജാറിലേക്ക് ഒരു 6 പീസ് ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചത്, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ അല്പം ഉപ്പ്, 1/2 കപ്പ് പാല്, 1 ടേബിൾ സ്പൂൺ ഓയിൽ, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇതിപ്പോൾ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു സോസ് പാൻ ചൂടായതിലേക്ക് അല്പം നെയ്യ് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം ഈ ബാറ്ററിൻ്റെ പകുതി ആദ്യം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഫില്ലിങ്ങും കൂടെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കണം. ഇനി ഈ ഫില്ലിങ് എല്ലായിടത്തേക്കും ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ആ ബാറ്ററും ഇതിൻ്റെ മേലെയായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ അടിയിലൊരു പഴയ പാൻ വെച്ചിട്ട് വേവിച്ചെടുക്കണം. അങ്ങനെ ഇതിപ്പോൾ ഒരു സൈഡ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടായതിലേക്ക് മറിച്ചിട്ടും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലൊന്ന് മൊരിയിപ്പിച്ചെടുക്കണം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.